വെളിച്ചത്തിലേക്ക് നയിക്കാനാണ് മനുഷ്യപുത്രനായി ഈ മണ്ണിൽ അവതരിച്ചത്. കുരുടന്റെ കാഴ്ച തെളിയിച്ചുകൊണ്ടും ചെകിടയുടെ കേൾവി പകർന്നുകൊണ്ടും യേശുദേവൻ ലോകമെമ്പാടും സഞ്ചരിച്ചു. അതെ, അങ്ങനെ നന്മയുടെ പൂക്കൾ വിടർത്തിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ നീങ്ങി. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അദ്ദേഹം ഒരു അത്താണിയായി മാറി. പാപികളായ പലരും അദ്ദേഹത്തെ അനുഗമിച്ചു. സഹൃദയരെ, അത്തരം ഒരു പരിവർത്തനത്തിന്റെ കഥയാണ് ഞങ്ങൾ എന്നോട് അവതരിപ്പിക്കാൻ പോകുന്നത്. കഥയുടെ പേരാണ് സക്കായിയുടെ മാനസാന്തരം. അത് അങ്ങോട്ട് നോക്കൂ. ഇസ്രായേലിലെ എരിഹോ പട്ടണം നിങ്ങൾ കാണുന്നുണ്ടോ? എരിഹോ പട്ടണത്തെ കുറിച്ച് പറഞ്ഞാൽ എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വൻമതിൽ വീഴും കൽച്ചുവെട്ടിൽ. ഇതാ നമ്മുടെ കഥാനായകൻ ഇത് നടന്നു വരുന്നു. സുന്ദരനും സുമുഖനും ചുങ്കക്കാരത്തിൽ പ്രമാണിയും വളർച്ചയിൽ കുറുകിയവനുമായ സക്കായി. സക്കായി ചേട്ടൻ ദാവരുന്നേ, സഞ്ചിയും തൂക്കി ദാവരുന്നേ, ചുങ്കം പിരിക്കാനായി വന്നിടുന്നേ, നമ്മുടെ സക്കായി ചേട്ടൻ വന്നേ. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വൈകുന്നേരം പട്ടണത്തിൽ വല്ലാത്ത തിക്കും തിരക്കും. സക്കായി അവിടെ ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സക്കായി വലിയൊരു ആൾക്കൂട്ടം ശ്രദ്ധിച്ചത്. എന്താണെന്ന് അവിടെ അന്വേഷിച്ചു. ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് സക്കായി കയറി. ഓടി 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 സക്കായി, വേഗത്തിൽ ഓടി സക്കായി, ആൾക്കൂട്ടം കാണാൻ ഓടിയെത്തി, നമ്മുടെ സക്കായി ചേട്ടനെത്തി. എന്താ സംഭവം എന്നറിയാൻ സക്കായി ശ്രമിച്ചു. അവന് പൊക്കം കുറവായതിനാൽ കാണാൻ സാധിച്ചില്ല. അവൻ ചാടി നോക്കി, അവൻ കുനിഞ്ഞു നോക്കി, പക്ഷെ ഒന്നും കാണാൻ സാധിച്ചില്ല. യേശുവിനെ കാണാൻ ജനങ്ങൾ മുഴുവൻ അവിടെ തിക്കും തിരക്കുമായിരുന്നു. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതുകേട്ടിടും ചെകിടർക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതുകേട്ടിടും ചെകിടർക്കുമേ. മൂടത്തുള്ളവർ കൊതിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. എന്നാൽ നമ്മുടെ കഥാനായകനായ സക്കായിക്ക് യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല. വിഷമനായ സക്കായി തൊട്ടടുത്ത് നിന്ന കാട്ടുതിമരത്തിലേക്ക് വലിഞ്ഞു കയറി. കുള്ളൻ 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 സക്കായി മരത്തിന്മേൽ വലിഞ്ഞു കയറി. പയ്യെ പയ്യെ പാവം സക്കായി ആരും കാണാതെ ഒളിച്ചു കയറി. യേശുവിനെ കാണാൻ അവൻ യേശുവിനെ കാണാൻ പമ്മി 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 വന്നു. യേശുവാരെന്നറിയാൻ അവൻ യേശുവാരെന്നറിയാൻ ഓടി 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 വന്നു. യേശുവിന്റെ ശ്രദ്ധ സക്കായിലേക്ക് തിരിഞ്ഞു. റോമൻ ചക്രവർത്തിക്ക് വേണ്ടി അന്യായമായി കരം പിരിക്കുകയായിരുന്നു സക്കായിയുടെ ജോലി. അതുകൊണ്ട് തന്നെ നാട്ടിലെ ആർക്കും അവനെ ഇഷ്ടമല്ലായിരുന്നു. അപ്പോഴാണ് യേശു അവനെ കണ്ട് സക്കായിയെ നീ ഇറങ്ങി വാ എന്ന് വിളിച്ചത്. വാവാ നീ താഴെ വീഴാതെ ഞാൻ നോക്കിടാം, മെല്ലെ നീടല്ലേ വീഴാതെ ആ സക്കായി, ഞാനോ നിൻ വീട്ടിൽ പാർത്തിടാനായി വന്നിടുന്നു. വാവാ നീ ചാരെ എന്നുമില്ലേ ഞാൻ കൂടെ. അന്തം വിട്ടുപോയ സക്കായിയുടെ മനസ്സിൽ നിന്ന് വന്നത് എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, നിന്റെ കൂടെ നിൽക്കാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിൽക്കാനും ഞാൻ പോരാത്തവനാണേ. മരത്തിൽ നിന്ന് ഇറങ്ങി വന്ന സക്കായി വേഗത്തിൽ യേശുവിന്റെ അടുക്കൽ ഓടിയെത്തി. സക്കായി പറഞ്ഞു, നാഥാ, ഞാനൊരു പാപിയാണെന്ന് അവൻ ഏറ്റു പറഞ്ഞു. സക്കായിയുടെ കൂടെ യേശു പോകുന്നത് അവിടെ നിന്ന് ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അവർ പിറുപിറുത്തു. പക്ഷെ യേശു സക്കായിയുടെ കൂടെ പോയി. നിന്നെ വിളിച്ചവനും മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അപ്പോൾ സക്കായിക്ക് മനസാന്തരമുണ്ടായി. കർത്താവേ, എന്റെ വാസ്തുവകയിൽ ഞാൻ പകുതി ദരിദ്രർക്ക് കൊടുത്തോളാം. വല്ലതും ചതിവായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 4 മടങ്ങായി ഞാൻ തിരികെ കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഈ വാക്കുകളുടെ സക്കായിയുടെ ഈ വാക്കുകളുടെ യേശുവിന്റെ മുഖം പ്രസന്നയായി. അപ്പോൾ യേശു അവനോട് ഈ വീടിന് രക്ഷ വന്നു. അപ്പോൾ സക്കായി ഇങ്ങനെ പാടി, എൻ ഭവനം മനോഹരം എന്താണെന്നും വർണ്യാതീതം സമ്മോദനം. പ്രിയ കൂട്ടുകാരെ, സക്കായെ പോലെ നമ്മുടെ
ജീവിതത്തിൽ പല കുറവുകളും നമുക്കുണ്ടാവും. പല തെറ്റുകളും ഞാൻ ചെയ്തിരിക്കും. നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന ബോധ്യമായാൽ മടിക്കാതെ യേശുവിന്റെ പാഠപീഠത്തിൽ പോയി നമുക്ക് ഏറ്റു പറയാം. നമ്മുടെ പാപത്തിന്റെ പരിഹാരമായ യേശു കാൽവരി യാഗമായി തീർന്നു. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. നമുക്ക് ചേർന്ന് ഇങ്ങനെ പാടാം. യേശു